ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലല്ലല ഫാമിലീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയുമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യമായി നമുക്ക് വെജിറ്റബിൾ സ്റ്റൂവിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വയ്ക്കാം. സവാള, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ഗ്രീൻ പീസ് തലേ ദിവസമേ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കണം. പിന്നെ സവാളയുടെ അളവ് വേണം കൂടുതലായിട്ട് വേണ്ടത്. ബാക്കിയുള്ള വെജിറ്റബിൾസ് അതിൽ കുറച്ച് മതിയാകും. ഇനി വേണ്ടത് തേങ്ങയുടെ 1/4 പാല് 2/2 പാലുമാണ്. തേങ്ങയുടെ 2/2 പാലിൽ ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, ക്യാരറ്റ് ഇത് ഒരു കുക്കറിൽ വെച്ച് വേവിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് 4 ഗ്രാമ്പു, 3 ഏലക്ക, 1 കറുവാപ്പട്ട ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. കൂടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്നും നല്ല രീതിക്ക് തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ മൂടി വെച്ച് ഒന്ന് അടച്ച് വേവിക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് ചതച്ച് എടുത്ത കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മതിയാവും കുരുമുളക്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.